എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ നിന്നുള്ള നമ്മുടെ പഠനം മുന്നോട്ട് പോവുകയാണല്ലോ. ഇന്ന് നമ്മൾ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് കാണുന്നത്. യാഫത്തിൻ്റെയും ഹാമിൻ്റെയും സന്തതികൾ ലോകത്തിൽ എവിടെയൊക്കെ വ്യാപിച്ചു, ഏതൊക്കെ ജനതകളായി തീർന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത്. ഇന്ന് ശേമിൻ്റെ സന്തതി പരമ്പരകൾ, ശേമിൽ നിന്ന് ഉത്ഭവിച്ച ജനതകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചുരുക്കമായി പഠിച്ച് മുന്നോട്ട് പോകാം. ശേമിനെ ഇവിടെ ആദ്യമായി പരിചയപ്പെടുത്തുന്നത് ഏബറിൻ്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫത്തിൻ്റെ ജ്യേഷ്ഠനുമായ ശേമിനും പുത്രന്മാർ ജനിച്ചു എന്നാണ്. രണ്ട് വിശേഷണങ്ങളാണ് ശേമിന് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒന്ന്, ഏബറിൻ്റെ പുത്രന്മാർക്കെല്ലാം പിതാവ്. രണ്ട്, യാഫത്തിൻ്റെ ജ്യേഷ്ഠൻ. ഏബറിൻ്റെ പുത്രന്മാർക്കെല്ലാം പിതാവ് എന്ന് പറയാനായിട്ട് കാരണം എന്തായിരിക്കും? അതിനെക്കുറിച്ച് വേദശാസ്ത്രികൾ ചിന്തിക്കുന്നത്, പിൽക്കാലത്ത് ദൈവരാജ്യത്തിൻ്റെ ചരിത്രം മുന്നോട്ട് പോകുന്നത് എബ്രായർ എന്ന ഒരു ജനവിഭാഗത്തിലൂടെയാണ്. ഈ എബ്രായർ എന്ന ജനവിഭാഗത്തിൻ്റെ പേര് വരാൻ കാരണമായി തീർന്നത് ഏബർ എന്ന ഈ പിതാമഹനിൽ നിന്നായതുകൊണ്ടായിരിക്കാം. ശേമിൻ്റെ സന്തതി പരമ്പരയിൽ ജനിച്ച അബ്രഹാമിൻ്റെയൊക്കെ ഒരു പിതാമഹനായി വരുന്ന ഈ ഏബർ എന്ന അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകമായിട്ട് എടുത്ത് പരാമർശിക്കുവാനായിട്ടിടയായി തീർന്നത്. അങ്ങനെ ചിന്തിക്കാനായിട്ടാണ് കൂടുതൽ ന്യായമുള്ളത്. അപ്പോൾ ഏബർ എന്ന ആ പേരിൽ നിന്നായിരിക്കണം എബ്രായർ എന്ന പേര് വന്നത് എന്ന് ചിന്തിക്കാനായിട്ട് ന്യായമുണ്ട്. രണ്ടാമത് ഇവിടുത്തെ വിശേഷണം യാഫത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, ജ്യേഷ്ഠൻ എന്നാണ്. ശേം, ഹാം, യാഫത്ത് എന്നിങ്ങനെയാണ് വംശാവലി പറയുമ്പോൾ മിക്കവാറും ആദ്യ ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ശേമിനെ ആദ്യം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ശേമാണ് ജ്യേഷ്ഠൻ എന്ന ഒരു രീതിയിലാണ് വംശാവലി അവതരിപ്പിക്കുന്നത്. രണ്ടാമത് ശേമിനെ പരിചയപ്പെടുത്തുന്നത് യാഫത്തിൻ്റെ ജ്യേഷ്ഠൻ എന്ന നിലയിലാണ്. ശേം, ഹാം, യാഫത്ത് എന്നീ 3 സഹോദരങ്ങളിൽ മൂത്തയാൾ എന്ന നിലയിലാണ് ശേമിനെ അവതരിപ്പിക്കുന്നത്. ചില വേദശാസ്ത്രികൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, വാസ്തവത്തിൽ ശേം ഏറ്റവും മൂത്തയാളാകണമെന്ന് നിർബന്ധമില്ല. പ്രാധാന്യത്തിൽ ഒന്നാമൻ ശേമായതുകൊണ്ട് ശേമിൻ്റെ വംശപരമ്പരയാണ് ദൈവികമായ ഒരു പരമ്പര, അല്ലെങ്കിൽ ദൈവരാജ്യം എന്ന പരിപാടി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ശേമാണ്. അതുകൊണ്ടാണ് ശേമിനെ ആദ്യം പ്രതിപാദിച്ചിരിക്കുന്നത് എന്നും ചില ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഇതിൽ ജ്യേഷ്ഠൻ ആരാണ്, ഇളയത് ആരാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രത്യേകതകളും അതിന് ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിന് അതിമാത്രം പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇവിടെ ശേമിൻ്റെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ 5 പേരുടെ പേര് എടുത്ത് പറഞ്ഞാണ് മുമ്പോട്ട് പോകുന്നത്. 22-ാമത്തെ വാക്യത്തിൽ ശേമിൻ്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂദ്, അരാം, ഈ 5 മക്കളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ 5 മക്കളിൽ തന്നെ എല്ലാവരുടെയും മക്കളെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അരാമിനെക്കുറിച്ചും അർപ്പക്ഷാദിനെക്കുറിച്ചും ഈ 2 മക്കളുടെ സന്തതികളെക്കുറിച്ചാണ് വീണ്ടും മോശെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അരാമിന് 4 മക്കളുള്ളതായിട്ട് 23-ാമത്തെ വാക്യത്തിൽ കാണാം. ആരാമിൻ്റെ പുത്രന്മാർ ഊസ്, ഹൂൾ, ഗേദർ, മഷ്, ഈ 4 മക്കളുള്ളതായിട്ട് പറയുന്നു. പിന്നീട് അർപ്പക്ഷാദിൻ്റെ മക്കളെക്കുറിച്ചാണ് പറയുന്നത്. ഈ അരാമിനെയും അർപ്പക്ഷാദിനെയും മാത്രം എടുത്തു പറയാനായിട്ട് കാരണം എന്തായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇസ്രായേൽ ജനതയുമായിട്ട് പിന്നീട് വന്ന അബ്രാഹാമിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ എന്ന ജനതയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന 2 പേരുകൾ എന്ന നിലയിലായിരിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം. അർപ്പക്ഷാദിൽ നിന്നാണ് പിന്നെ അബ്രാഹമൊക്കെ വരുന്നത്. അബ്രാഹമിൻ്റെ മകനായ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിൻ്റെ മകനായ യാക്കോബ്. ഈ യാക്കോബ് വിവാഹം കഴിച്ച ആ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞത് അവർ അരാമ്യ സ്ത്രീകളായിരുന്നു എന്നാണ്. രാഹേലിനെക്കുറിച്ച്, ലേയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആവർത്തന പുസ്തകം 26-ന്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോട് പറയാനായിട്ട് പറയുന്നുണ്ട്, എൻ്റെ അപ്പൻ ഒരു അരാമ്യനായിരുന്നു എന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ആരാമിൻ്റെ ദേശത്ത് കുറേ നാളുകൾ താമസിച്ച് ദേശാടനക്കാരനായി നടന്ന ഒരു മനുഷ്യൻ്റെ മക്കളാണ് ഞങ്ങൾ എന്ന് അവരെ ഓർപ്പിക്കാൻ വേണ്ടിയാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടായിരിക്കാം യാക്കോബിൻ്റെ ഭാര്യമാർ, ഇസ്രായേലിൻ്റെ അമ്മമാർ ഈ അരാമ്യ സ്ത്രീകളായിരുന്നതുകൊണ്ടായിരിക്കാം
അരാമിൽ ദേശാന്തരിയായി കുറേ നാളുകൾ യാക്കോബ് ചെലവഴിച്ചതുകൊണ്ടായിരിക്കാം അരാമിനെ പ്രത്യേകമായിട്ട്, അരാമിൻ്റെ സന്തതികളെക്കുറിച്ച് പ്രത്യേകമായിട്ട് അവിടെ പറയാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അരാം, അർപ്പക്ഷാദ് ഈ രണ്ട് മക്കളുടെ പരമ്പരകളെക്കുറിച്ച് മാത്രമേ അവിടെ വിശദമായിട്ട് പറഞ്ഞാൽ അധികം വിശദമായിട്ടില്ല, അവരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് മുന്നോട്ട് പോകുന്നുള്ളൂ. നമുക്കിനി ഈ ഷേമിൻ്റെ 5 മക്കൾ അവരേതൊക്കെ ജനതകളാണ്, എവിടെയൊക്കെയാണ് താമസം ഉറപ്പിച്ചതെന്നതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു പോകാം. ആദ്യത്തേത് ഏലാമാണ്. ഏലാം എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ആ പ്രദേശത്താണ് ഏലാമിൻ്റെ മക്കൾ താമസമുറപ്പിച്ചത്. ബൈബിളിൽ അവരെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. യെശയ്യാവ് 11:11 ദൈവജനം ചിതറിക്കപ്പെടുമ്പോൾ ദൈവം അവിടെ നിന്ന് ഏലാമിൽ നിന്നും അവരെ കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. മിക്കവാറും ഏലാമിൻ്റെ സന്തതികൾ താമസമുറപ്പിച്ചത് പേർഷ്യ എന്നറിയപ്പെടുന്ന ആ പ്രദേശങ്ങളിലൊക്കെയാണ് എന്ന് കരുതുന്നതാണ് ഉചിതം. രണ്ടാമത് അശൂരിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. അശൂർ എന്ന മകൻ. ഈ അശൂരിനെക്കുറിച്ചും ബൈബിളിൽ ധാരാളം പരാമർശങ്ങളുണ്ട്. അസീറിയ എന്ന ഒരു പ്രദേശത്തെക്കുറിച്ച്, അസീറിയൻ സാമ്രാജ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അസീറിയയിലേക്ക് വന്ന് താമസിച്ച ആളുകൾ, അല്ലെങ്കിൽ അസീറിയ എന്ന സ്ഥലത്തിന് തന്നെ പേരുണ്ടാകാൻ കാരണം ഈ അശൂറിൻ്റെ വംശം അവിടെ താമസിച്ചുകൊണ്ടായിരിക്കാം. ഈ അശൂരിനെക്കുറിച്ച് അല്ലെങ്കിൽ അസീറിയെക്കുറിച്ച് 140ഓളം പ്രാവശ്യം പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രവുമായിട്ട് ഈ അസീറിയക്കാരുടെ ചരിത്രം, അവർ എത്ര അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ജനതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. BC 722 ഇസ്രായേൽ എന്ന വടക്കേ രാജ്യത്തെ ദൈവം ന്യായം വിധിച്ച് പ്രവാസത്തിലേക്ക് അയക്കുമ്പോൾ ഈ അസീറിയൻ സൈന്യമാണ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ നോഹയുടെ പ്രളയകാലത്തിന് ശേഷം ഷേമിൻ്റെ സന്തതിയിൽ നിന്ന് ഉത്ഭവിച്ച ഈ ജനത, പേർഷ്യയിൽ താമസമാക്കിയ ഈ ജനത 722 BC വരെ, ആ കാലഘട്ടം വരെ ചരിത്രത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ബാബിലോണിയ സാമ്രാജ്യം വന്ന് അസീറിയൻ സാമ്രാജ്യത്തെ കീഴടക്കിയായിരുന്നു. അവരുടെ ചരിത്രം അവിടെ വരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 24-22, യസ്രയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ, അതുപോലെ സങ്കീർത്തനങ്ങൾ 83:8 നമുക്ക് ഈ അസീറിയക്കാരെക്കുറിച്ച് ഉള്ള പരാമർശങ്ങൾ കാണാൻ പറ്റും. ഇതുമാത്രമല്ല, ധാരാളം പരാമർശങ്ങൾ അവരെക്കുറിച്ചുണ്ട്. ഷേമിൻ്റെ 3ാമത്തെ മകനായിട്ടിവിടെ പറഞ്ഞിരിക്കുന്ന അർപ്പക്ഷാദിനെക്കുറിച്ചാണ്. അബ്രാഹമിലേക്കും പിന്നീട് ക്രിസ്തുവിലേക്കും എത്തുന്ന വംശ പരമ്പരയുടെ പിതാമഹനാണ് ഈ അർപ്പക്ഷാദ് എന്ന വ്യക്തി. അസീറിയയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് ഈ അർപ്പക്ഷാദ് താമസമുറപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകൾ അവിടെ നിന്നാണ് പുറപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള തെളിവുകൾ ഉണ്ട്. അർപ്പക്ഷാദിൽ നിന്ന് ഉണ്ടായ മക്കളുടെ എല്ലാവരുടെയും പേര് പക്ഷേ പറഞ്ഞിട്ടില്ല. ശാലേഹ് എന്ന് പറയുന്ന ഒരു മകൻ്റെ കാര്യം മാത്രമേ ഇവിടെ എടുത്തു പറയുന്നുള്ളൂ. കാരണം ശാലേഹിൽ നിന്നാണ് പിന്നീട് ഏബർ ഉത്ഭവിക്കുന്നത്. ഏബറിൽ നിന്ന് 2 മക്കൾ ഉത്ഭവിക്കുന്നു, പെലഗും അതുപോലെ യൊക്താനും. അതിൽ ഈ പെലഗ് എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ആണ് പിന്നീട് അബ്രാഹമിൻ്റെയൊക്കെ പരമ്പര വരുന്നത്. 11-ാം അധ്യായത്തിൽ ആ വംശാവലിയെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അർപ്പക്ഷാദിൻ്റെ മകൻ ശാലഹ്, ശാലഹിൽ നിന്ന് ഏബർ, ഏബറിന് 2 മക്കൾ പെലഗും അതുപോലെ തന്നെ യൊക്താനും. ഇതിൽ ഈ പെലഗിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഏബറിന് 2 പുത്രന്മാർ ജനിച്ചു, ഒരുത്തിന് പെലഗ് എന്നു പേർ. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത്. അവൻ്റെ സഹോദരന് യൊക്താൻ എന്നു പേര്. ഈ പെലഗ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ കാലത്ത് ഭൂവാസികൾ പിരിഞ്ഞുപോയി എന്ന് പരാമർശിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടൊന്നും അവിടെ മോശ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ 11-ാം അധ്യായത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് പിരിഞ്ഞു പോയത് എന്നതിനെക്കുറിച്ച് പറയുന്നതുകൊണ്ടായിരിക്കാം ഇവിടെ അതിനെക്കുറിച്ച് കാര്യമായി പറയാത്തത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ പല സമൂഹങ്ങളായി വേർതിരിയുന്ന ആ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം മിക്കവാറും പെലഗിൻ്റെ കാലത്താണ് ഈ പിരിഞ്ഞുപോകൽ ഉണ്ടായത്, ഈ ഡിവിഷൻ ഉണ്ടായത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്ന, ഈ പെലഗിൻ്റെ കാലത്തുള്ള പിരിഞ്ഞുപോക്കെന്ന് പറഞ്ഞാൽ ആ സംഭവം നടക്കുന്നത് നമുക്ക് ഈ വംശാവലിയെ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം പ്രളയത്തിന് ശേഷം ഒരു 150 വർഷം 107 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ആ സമയമായപ്പോഴേക്കും ഭൂമിയിൽ ആയിരക്കണക്കിന് മനുഷ്യരായി എന്നുള്ള ഒരു കണക്ക് നമുക്ക് ഏകദേശം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ മനുഷ്യർ പല സമൂഹങ്ങളായി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പെലഗിൻ്റെ കാലത്ത് പിരിഞ്ഞുപോയി എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ യൊക്താൻ്റെ 13 മക്കളെക്കുറിച്ചാണ് പറയുന്നത്. യൊക്താനോ അൽ മൊദാദ്, ശാലെഹ്,
ഹസർ മാവത്ത്, യാരഹ്, ഹദോരാം, ഊസാൽ, ദിക്ല, ഒബാൽ, അബിമയേൽ, ഷേബ, ഓഫീർ, ഹവീല, യോബാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യൊക്താൻ്റെ പുത്രന്മാരായിരുന്നു. അവരുടെ വാസസ്ഥലത്തെക്കുറിച്ച് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സെഫാർ വരെ ആയിരുന്നു. അവർ അതത് ദേശത്തിൽ ജാതിയായും കുലം കുലമായും ഭാഷയായും ഷേമിൻ്റെ പുത്രന്മാർ. ഇങ്ങനെ ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ പറഞ്ഞ ആ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച ഒരു ജനസമൂഹമായിട്ടാണ് അവരെ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ അവരെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ അറബ് വംശങ്ങൾ പലതിൻ്റെയും പിതാമഹന്മാരായിട്ടാണ് ഈ യൊക്താൻ്റെ പുത്രന്മാരെക്കുറിച്ച് കാണുന്നത്. ഉദാഹരണമായിട്ട് അൽ മൊദാദിനെ കുറിച്ച് പറഞ്ഞാൽ അറബി വംശങ്ങളിൽ ഒന്നിൻ്റെ സ്ഥാപകൻ ആയിരുന്നു എന്ന് നമുക്ക് കാണാം. അതുപോലെ ഷാലഫ് എന്ന വ്യക്തിയിൽ നിന്ന് ആണ് ഈ സുലാഫ് എന്ന് പറയുന്ന സ്ഥലം, ആ പ്രദേശത്തെ ആളുകളൊക്കെ ഉണ്ടായത് എന്ന് കാണാം. അറേബ്യയുടെ മറ്റൊരു ഭാഗത്ത് ഹസർ മാവത്ത് വാസമുറപ്പിച്ചു. യാരഹ് എന്നത് മറ്റൊരു അറബ് വംശമാണ്. ഹദോരാം എന്ന വ്യക്തി എവിടെയാണ് താമസിച്ചത്, ഏത് പ്രദേശത്താണ് വാസമുറപ്പിച്ചത് ഇന്ന് നമുക്ക് പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത്. കൃത്യമായ തെളിവുകൾ നമുക്കതിനെക്കുറിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശേഷം വരുന്ന ആ പേര് ഊസാൽ എന്ന പേര് ഇന്നത്തെ യമൻ എന്ന പ്രദേശത്തായിരിക്കണം അവർ വാസമുറപ്പിച്ചത് എന്ന് ചിന്തിക്കാം. അതുപോലെ ദിക്ല, അതും ഈ യമൻ്റെ പ്രദേശത്ത് താമസമുറപ്പിച്ച ഒരു ജനതയായിട്ടാണ് കാണുന്നത്. ബാക്കി മക്കൾ അബിമയേൽ, ഷേബ, ഓഫീർ, ഹവീല, യോബാബ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരാണ് ഏബറിൻ്റെ മകനായ യൊക്താനിൽ നിന്ന് ഉത്ഭവിച്ച സന്തതി പരമ്പരകൾ. ഷേമിൻ്റെ മക്കളിൽ ഏലാമിനെക്കുറിച്ചും അശൂറിനെക്കുറിച്ചും അർപ്പഷാദിനെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത് ചുരുക്കമായിട്ട്. അടുത്ത രണ്ട് മക്കൾ ലൂദിനെക്കുറിച്ചും അരാമിനെക്കുറിച്ചും അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. ഇന്നത്തെ ഈ പഠനം ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.